ഗ്രാൻഡ് ഫിനാലെ ക്ലൈമാക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഏറ്റവും ഒടുവിലത്തെ ആറ്റിങ്ങലിലെ നില അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം 2000 അടുക്കുന്നു. 1987 വോട്ടിന്റെ ലീഡിലേക്ക് അടൂർ പ്രകാശ് എത്തുകയാണ്. ലീഡ് ഉയർത്തുന്നു. അപ്പോൾ പോലും വളരെ തുച്ഛമായ വോട്ടുകളാണ് വ്യത്യാസം. ഓരോ നിമിഷത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് ആറ്റിങ്ങലിൽ നിന്ന്. അതായത് 70,000 മുകളിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് 70,000 മുകളിലേക്ക് സുരേഷ് ഗോപിക്ക് 70,000. തൃശ്ശൂരിൽ വിജയമുറപ്പിച്ചു കഴിഞ്ഞ സുരേഷ് ഗോപിക്ക് ഇനി അറിയേണ്ടത് എത്രയാണ് ഭൂരിപക്ഷം എന്നത് മാത്രമാണ്. അതേസമയം ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും അതല്ല സാഹചര്യം. നമ്മൾ ആവർത്തിക്കുന്നത് പോലെ സുരേഷ് ഗോപിക്കൊപ്പം മറ്റൊരു എം പി കൂടി BJP ലേബലിൽ ഡൽഹിക്കുണ്ടാകുമോ എന്നതാണ് തിരുവനന്തപുരത്തിന്റെ ഹൈലൈറ്റ്. പക്ഷേ ആറ്റിങ്ങൽ ഇപ്പോഴും പിടികൊടുക്കുന്നില്ല. ആറ്റിങ്ങലിൽ ജോയിയും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു വി മുരളീധരൻ. മുരളീധരന്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന വോട്ടുകൾ ആണ് ഇരുവരുടെയും, ജോയിയുടെയും അടൂർ പ്രകാശിന്റെയും നെഞ്ചിടിപ്പേറ്റുന്നത് എന്നതാണ് ഈ മണിക്കൂറുകളുടെ പ്രത്യേകത. രേണുക, തീർച്ചയായും 70,000 മുകളിലേക്കുള്ള ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ 3ാം സ്ഥാനത്ത് നിന്ന് 70,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുന്ന ഇടത്തിലേക്ക് ലീഡ് ഉയർത്തുന്നു സുരേഷ് ഗോപി എന്നത് അത്ഭുതാവഹമാണ്. എന്തായാലും ഒഫീഷ്യൽ ഡിക്ലറേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സുരേഷ് ഗോപി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതികരണം അതിനുശേഷം മാത്രമായിരിക്കും ലഭിക്കുക. അതെ, അടൂർ പ്രകാശ് 2000 വോട്ട് ലീഡ് ഉയർത്തുന്നു. ഒരിക്കൽ കൂടി കിട്ടിയാൽ കൃത്യമായ വിവരങ്ങൾ അറിയാം. എന്തായാലും 2000-ലേക്ക് അടുപ്പിക്കുന്നു. അടൂർ പ്രകാശ് ഭൂരിപക്ഷം ഉയർത്തുന്നു. 2185 അരുണിനെ ഒന്ന് കണക്ട് ചെയ്യണം. 2185-ലേക്ക് അടൂർ പ്രകാശ് ഭൂരിപക്ഷം ഉയർത്തുന്നു. ആറ്റിങ്ങലും LDF-ന് കൈവിടുകയാണോ? നമുക്ക് കാത്തിരുന്ന് കാണണം. കാരണം 2185-ലേക്ക് ആറ്റിങ്ങലിലെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. തിരുവനന്തപുരത്ത് 11,825-ൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. തിരുവനന്തപുരത്ത് വലിയ വ്യത്യാസമില്ല. പക്ഷേ ആറ്റിങ്ങലിൽ കാര്യങ്ങൾ മാറി പറയുന്നുണ്ട്. അടൂർ പ്രകാശ് വി ജോയിയേക്കാൾ അരുൺ ആറ്റിങ്ങൽ സംഭവിക്കുന്ന ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം 1987, അതായത് 2000 അടുക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചെറിയ ഭൂരിപക്ഷമാണ്, ലീഡാണ് അല്പസമയമുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് അത് 1987-ലേക്ക് മാറുന്നു. ഇപ്പോൾ ഔദ്യോഗിക അറിയിപ്പ് കൂടി PR-ൽ വരുന്നു. അതും കൂടി പരിശോധിക്കാമെന്ന് കരുതുന്നു. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ 1,65,769 വോട്ട്, രാജീവ് ചന്ദ്രശേഖർ 40,000. അതായത് വലിയ മുന്നേറ്റം. ഇപ്പോഴും ശശി തരൂറിനെ മറികടന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കൃത്യമായി തന്നെ ആ ലീഡ് നിലനിർത്തി പോകാൻ കഴിയുന്നു. ആറ്റിങ്ങലിന്റെ കാര്യം വന്നാൽ ആറ്റിങ്ങലിൽ ഇനിയും പ്രധാനപ്പെട്ട ചില മേഖലകൾ എണ്ണാനുണ്ട്. അത് വളരെ പ്രതീക്ഷ LDF വയ്ക്കുന്നത് വർക്കലയിലെ വിടഭാഗം, വെട്ടൂർ, ആറ്റിങ്ങലിലെ മരുതൻവിളാകം, വക്കം, ചിറയൻകീഴ്, മേനംകുളം, പുത്തൻതോപ്പ്, നെടുമങ്ങാട്, ഏണിക്കര, കരകുളം, വാമനപുരം, ചുള്ളിമാനൂർ, അരുവിക്കര, കോട്ടൂർ എന്നീ കാട്ടാക്കടയിലെ കണ്ടല, മാർബിൾ മേഖലകളിൽ ലീഡ് കിട്ടുമെന്നാണ് ഇപ്പോഴും ഇടത് കേന്ദ്രങ്ങൾ പറഞ്ഞത്. പക്ഷെ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ എന്നത് വ്യക്തമല്ല. നെടുമങ്ങാട്, വാമനപുരം, കാട്ടാക്കട മണ്ഡലങ്ങളിൽ 16 റൗണ്ട് വീതമാണ് വോട്ടെണ്ണാനുള്ളത്. ഇപ്പോൾ 10ാം റൗണ്ടിലേക്ക് അവിടെ വോട്ടെണ്ണൽ കടന്നിരിക്കുന്നു. ബാക്കി എല്ലായിടത്തും 14 റൗണ്ടാണ്. നെടുമങ്ങാട് എത്ര ശതമാനം വോട്ട് എണ്ണി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കണക്കുണ്ടോ? ശതമാനക്കണക്കിന് പകരം ഇത്തരത്തിൽ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. നെടുമങ്ങാട് കഴിഞ്ഞ തവണ സമ്പത്ത് നോക്കുമ്പോഴും നേരിയ ഭൂരിപക്ഷം സമ്പത്ത് നൽകിയ മണ്ഡലമാണ്. ഇപ്പോൾ സിറ്റിംഗ് MLA അവിടെ LDF-ന്റെ തന്നെയാണ്, മന്ത്രി GR അനിൽ. വാമനപുരത്ത് പരമ്പരാഗതമായ ഇടത് കോട്ടയാണ്. പക്ഷേ അവിടെ ഇത്തവണ അടൂർ പ്രകാശ് നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നു എന്നാണ് ഈ കണക്കുകളിൽ വ്യക്തമാകുന്നത്. കാട്ടക്കട അത്ര ഗുണമുള്ള മണ്ഡലമല്ല LDF-ന്. അവിടെ UDF-ന് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഇടതുകൂട് കണക്കൂട്ടുന്ന മണ്ഡലമാണ്. അങ്ങനെ ഉള്ളിടത്താണ് 16 റൗണ്ട് എണ്ണാനുള്ളത്. പ്രധാനമന്ത്രി കാട്ടാക്കട മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് എത്തിയത്. അവസാനം അദ്ദേഹത്തിന്റെ പ്രചരണം അവിടെ വി മുരളീധരൻ നോട്ട് പിടിക്കാനുള്ള സാഹചര്യവും ഉണ്ട് അല്ലേ? തീർച്ചയായും കാട്ടാക്കട കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ BJP-യുടെ വോട്ട് ഗണ്യമായി വർദ്ധിച്ച മണ്ഡലമാണ്. PK കൃഷ്ണദാസിനെ പോലെ മുതിർന്ന നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച മണ്ഡലമാണ്. അദ്ദേഹം 2 തവണ സ്ഥാനാർത്ഥിയായി